2023 ആഗസ്റ്റ് മാസം 6-ാം തീയതി പുലർച്ചെയാണ് സുയിത്തിനെ അവിടെ പോലീസ് അകാരണമായി കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്നത്. ആ സമയം മുതൽ ഈ സമയം വരെ ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും സുയിത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, ഈ പറയുന്ന നിങ്ങളെക്കാൾ ഉപരിയായി കുട്ടിക്കാലം മുതൽ എനിക്കറിയുന്ന ആളാണ് ഞാൻ. അപ്പൂസ് എന്ന് വിളിക്കുന്ന സുജിത്താണ്. ആ സുജിത്ത് ഇതേവരെ അത്തരത്തിലുള്ള പരാതി, ഈ കേസ് തുടർന്ന നാൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെ എന്നോട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. ചൊവ്വന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ചൊവ്വന്നൂർ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പ്രിയമുള്ള ജോണേട്ടൻ മരിക്കുന്നതിന് മുൻപായിട്ടാണ് ഈ കേസുകളൊക്കെ അദ്ദേഹം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ ആണ് കേസ് നടത്തിയെന്ന്. ഇത് സാക്ഷി പറയാനായിട്ട് ഇപ്പോൾ ജോണേട്ടൻ മരിച്ചുപോയി. അവിടെ ആ വാർഡിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടന്ന് നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി തന്നെ ജയിച്ചു. അതിനുവേണ്ടി നമ്മൾ ചുമതലപ്പെടുത്തിയത് വർഗീസ് ചൊവ്വന്നൂർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി ആയ സമയത്ത് എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വർഗീസ് എന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹമാണ് ഈ കേസ് നടത്തുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന നിതീഷിൻ്റെ നേതൃത്വത്തിൽ, KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പ്രസാദിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ചുമതലപ്പെടുത്തി അതിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്ന ആൾ ഞാനാണ്. ഞാൻ തന്നെ നേരിട്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന മാർച്ച് ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. എൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിതീഷും സുജിത്തും നിയമസഭാ മന്ദിരത്തിനകത്ത് ചെന്ന് ഷാഫി പറമ്പലിൻ്റെ സാന്നിധ്യത്തിൽ, അവിടെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ കഴിഞ്ഞില്ല, മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ പരാതി കൊടുക്കുകയുണ്ടായി. യാതൊരു നടപടിയും അതുമായി ബന്ധപ്പെട്ടുണ്ടായില്ല. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് പോയി. തെളിവുകൾ ഞങ്ങൾ ശേഖരിച്ചു. 2 വർഷത്തിനകത്ത് നിരവധിയായ നിയമ പോരാട്ടങ്ങൾ, ഹൈക്കോടതി ഉൾപ്പെടെയുള്ള അഭിഭാഷകരുടെ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ നിയമം ഞങ്ങളുടെ കയ്യിൽ തെളിവുകൾ കിട്ടി. ഇതിനകത്ത് ഞങ്ങൾക്ക് എന്ത് ലാപ്സാണ് ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളുടെ പേരിൽ എത്ര കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു, എത്ര സമരങ്ങൾ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ വിഷ്വൽസ് ലോകം കണ്ടപ്പോഴാണ്. എതിർ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന CPMലെ ആളുകൾ പോലും ഞങ്ങളോട് സൗഹാർദ്ദപരമായ സമീപനത്തിലേക്ക് വന്നത് ഈ വിഷ്വലുകൾ കണ്ടപ്പോഴാണ്. ഞങ്ങൾ സമരങ്ങൾ നടത്തി, ഞങ്ങൾക്ക് മർദ്ദിച്ചു. എത്ര മർദ്ദനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്? എനിക്ക് തന്നെ നിരവധിയായ മർദ്ദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിരവധിയായ ജില്ലയിലും സംസ്ഥാനത്തും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സമരങ്ങൾ നടത്തിയ നിരവധി നേതാക്കന്മാർക്ക് മർദ്ദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് തെളിവുകൾ ശേഖരിച്ച് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്നപ്പോഴാണ് ഞങ്ങളെല്ലാവരും പിന്തുണയ്ക്കുന്നത്. അത് ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത്, ഞാൻ നിഷാദിനോട് ചോദിക്കാൻ, നിങ്ങൾ സുജിത്തിനെ വിളിച്ച് സുജിത്തിനൊരു പരാതിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണ്ടേ ഇത്തരത്തിലുള്ള ഒരു ആർഗ്യുമെൻ്റ് മുന്നോട്ട് വയ്ക്കാൻ? സ്വാഭാവികമായും ഈ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പ്രാദേശികമായ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവരെ സമീപിക്കും. ആ സമീപിച്ചപ്പോൾ ഇവരാരും സെറ്റിൽ ചെയ്യാം എന്നല്ലോ പറഞ്ഞത്. ഞങ്ങൾ നിയമപരമായി പോവുകയാണ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കോൺഗ്രസുമായി ബന്ധമുള്ള ഒരു നേതാവും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഇത് സെറ്റിൽമെൻ്റ് മുൻകൈയിലേക്ക് പോയിട്ടില്ല.